പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോയെ, ഈ ആഴ്ചയിലെ അങ്ങയുടെ കാരുണ്യം കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, മുട്ടിന് താഴേക്ക്, കാൽമുട്ടിന് താഴേക്ക്, തുടയിലേക്ക് നീര് പൊങ്ങിക്കിടക്കണ കണ്ട് കർത്താവ്യത്തെ സ്പർശിക്കും. അവർക്ക് എഴുന്നേക്കാൻ പാടില്ല, ഇരിക്കണവര്. കർത്താവെ, അങ്ങനെയുള്ള എല്ലാവരും നീ സ്പർശിക്കണം. പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ചത് സുഖപ്പെട്ടിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണേ കർത്താവെ. കർത്താവെ, യാത്രയുള്ള മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും സ്വദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും ജോലി സംബന്ധമായ യാത്ര ചെയ്യുന്നവരും യാത്ര മുടങ്ങിപ്പോരുണ്ട്. ഈശോയെ, കാലുകൾ ഉദച്ചും വാഹന അപകടത്തിലും മരത്തിൽ നിന്ന് വീണും പലരും ഈ ദിവസങ്ങളിൽ അവരുടെ ഫോട്ടോയും കൂടെ എൻ്റെ അടുത്ത് വന്ന് അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈശോ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, ആണിപ്പെടുതാടുന്ന അത്ഭുതകരം കിടപ്പ് രോഗികളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി അവരിലേക്ക് ആവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാനുണ്ടാകുന്ന നല്ല ചില കർത്താവേ, നിന്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കുകയും എൻ്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഇപ്പം സങ്കടപ്പെടുന്നവരെ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിൻ്റെ മേലെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിലെ വിടുതൽ ലഭിക്കട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവിനെ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും
പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പൊതുദാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അഭിഷേകമാണ്. നമുക്കറിയാം, ഈ സ്വർഗസ്ഥനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോഴേ ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണമെന്ന് ഈശോ പറഞ്ഞില്ലേ? ഈശോയോട് പറഞ്ഞില്ലേ? അപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഇത്രയും 5 കാര്യങ്ങൾ പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം? ഇത് ഒന്നും നമുക്ക് ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടൊന്നുമില്ല. നമ്മുടെ കേൾക്കാത്ത പ്രാർത്ഥനയിൽ എടുക്കേണ്ട നിലപാടുകളേ ഉള്ളൂ. അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം ചില സമയത്ത് ക്രിസ്തുവിന് സംഭവിച്ച പോലെ പരമപിതാവ് കേൾക്കാൻ സാധ്യത ഉണ്ടാകത്തില്ല. കേട്ടാൽ നമുക്ക് ഭൗതിക നേട്ടവും ആത്മീയ നഷ്ടവും ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇപ്പം കർത്താവ് തന്നെ പറഞ്ഞില്ലേ, പിതാവേ സാധ്യമെങ്കിൽ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നുള്ളത് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയ്ക്ക് ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട, അത് ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉണ്ടാകേണ്ട ആന്തരിക അഭിഷേകമാണ്. ആ ആന്തരിക അഭിഷേകം ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഒരു പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈശോ പറഞ്ഞ സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലിയത് എവിടെ വെച്ചാൽ അന്ത്യമായിട്ട്, പിതാവ് എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചതിന് ശേഷം ഈശോ എന്താ പറഞ്ഞത്? പിതാവെ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് തന്നെയാണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പോൾ ഈ കേൾക്കപ്പെടാത്ത പ്രാർത്ഥന ഈശോ അക്സെപ്റ്റ് ചെയ്ത സമയത്ത് ചെയ്തുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? ഐ കമൺ മൈ സ്പിരിറ്റ് എന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്, അല്ലേ? ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്നതിൻ്റെ സമാന്തരമാണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പോൾ അത് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയ്ക്ക് എടുക്കേണ്ട നിലപാടുകളാണ് സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ ആദ്യ ആപ്ലിക്കേഷൻസിലുള്ളത്. അതുകൊണ്ടാണ് ഈശോയുടെ ആ സംതൃപ്തി എന്ന് പറയുന്നത് അഭിഷേക സ്നിഗ്ധമായ സംതൃപ്തിയാണ്. അതുകൊണ്ടാണ് ഐസയ പറയണതില്ലേ, 53:10 പ്രാർത്ഥനയ്ക്കുണ്ടാകുന്ന ആത്മസംതൃപ്തിയുടെ അഭിഷേകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത് പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. ഏശയ്യാ 53:11 എന്താ പറയണേ? തന്റെ കഠിന വേദനയുടെ ഫലം കണ്ട് ഈ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്ന് ലഭിക്കുന്ന വിശ്വാസ പ്രഖ്യാപനം, അങ്ങയുടെ കരങ്ങൾ എൻ്റെ ആത്മാവിന് സമർപ്പിക്കുന്നു പറഞ്ഞുള്ള വിശ്വാസ പ്രഖ്യാപനം, അതിൻ്റെ ഫലം കണ്ട് അവർ സംതൃപ്തനാകും. അപ്പോൾ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയിൽ ഒരു സംതൃപ്തി ഉണ്ട്. അതിനാണ് അഭിഷേകം എന്ന് പറയണത്. ഇപ്പം നമ്മൾ ആഹാരത്തിലൊന്നും അതിനുശേഷമേ അന്ന് വേണ്ട ആഹാരമൊക്കെ കിടക്കണത്. അപ്പം കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയിൽ ഉള്ളത് എന്താണ്?
കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയുടെ അവസ്ഥയല്ല, അതിന് പകരം അഭിഷേകമാണ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രാർത്ഥന മുഴുവനും പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പെന്തക്കോസ്തിലേക്ക് പോകുമ്പോൾ ഓർക്കണം, നീ സ്വർഗസ്ഥനായ പിതാവിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ നാം പൂജിതമാകണമേ, രാജ്യം വരണമേ, തിരുമനസ്സുഹൃദയ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥന മുഴുവനും പ്രാർത്ഥിക്കണത് ഇതിന് പരിശുദ്ധാത്മാവ് നിറയണമേ, ദൈവഹിതം നിറവേറ്റാൻ എനിക്ക് അഭിഷേകം തരണമേ എന്നാണ് പ്രാർത്ഥിക്കണത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥയും അന്തരീക്ഷവും രൂപപ്പെടുത്തി എടുക്കുന്നതിനാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആദ്യ ഘടകങ്ങളിലെല്ലാം ആ പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, ഇതിന് പരിശുദ്ധാത്മ നിറഞ്ഞിട്ട് അഭിഷേകത്തോടെ ഞാൻ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളെ ഉള്ളതുപോലെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള അഭിഷേകത്തിനാണ്, ആത്മാവിൻ്റെ അഭിഷേകത്തിന് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് ഓർക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം അതിനെ ശക്തിപ്പെടുത്തണം. പ്രൈസ് ലോർഡ്. അപ്പോൾ അത് നമ്മളെ പ്രവൃത്തി കൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ നിർവീര്യമാക്കി തീർക്കുന്നത്. യാക്കോബ് 1-ാം അധ്യായം 19 തൊട്ട് 21 അത് പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്യണം? നീ രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് രക്ഷയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇത് 1-2 പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈസിയാണ്. ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ എല്ലാ കാര്യത്തിനും അനുദപിക്കണം. പ്രൈസ് ലോർഡ്. എല്ലാ കാര്യത്തിലും അത് ഓർത്ത് വെക്കണം, എഴുതി വെക്കണം. ഇങ്ങനെ ഒരു പേപ്പർ കയ്യിൽ വെച്ചിട്ട്, ഇതുപോലെ ഒരു പേപ്പർ കയ്യിൽ വെച്ചിട്ട് അത് നീ ചെയ്തു പോയ പാവങ്ങൾ നിനക്കത് ബോധ്യം ഉണ്ടാവുക, അതൊക്കെ എഴുതി വെക്കുക, അതേ ചൊല്ലി അനുദപിക്കുക. പ്രൈസ് ലോർഡ്. ഫസ്റ്റ് കാര്യം. സെക്കൻഡ്, ശ്രദ്ധിക്കേണ്ട കാര്യം ദൈവവചനം എപ്പോഴും കേൾക്കുക. അതാണ് ബൈബിൾ നമ്മൾ അരമണിക്കൂർ വായിക്കുക എന്ന് പറയണത് ഉടമ്പടിയിൽ. പ്രൈസ് ലോർഡ്. നിങ്ങൾ അരമണിക്കൂർ വായിക്കുമ്പോൾ അതിൽ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും, ഇത് നിനക്ക് വേണ്ടിയിട്ടുള്ള വചനമാണെന്ന്. നിനക്കത് മനസ്സിലാകും. അത് നീ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. പ്രൈസ് ലോർഡ്. അത് പ്രവർത്തിക്കണം. പ്രൈസ് ലോർഡ്. ഒരാളെ ക്ഷമിക്കാൻ പറഞ്ഞാണ് വചനം വന്നെങ്കിൽ അത് അന്ന് നീ അപ്പോൾ ബൈബിൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട്, അവിടെ വിരൽ വെച്ചിട്ട്, ഞാൻ ആരൊക്കെയാണ് ക്ഷമിക്കാനുള്ളത്, എന്നോട് ആരൊക്കെയാണ് സങ്കടമുള്ളത്, അവിടെ വെച്ച് അപ്പോൾ വിളിക്കണം. അത് അവിടെ വെച്ച് വിളിക്കണം, ഇല്ലെങ്കിൽ ഞാൻ വന്ന് കാണാമെന്ന് പറഞ്ഞ് കാണാൻ പോകണം. പ്രൈസ് ലോർഡ്. രമ്യപ്പെടണം. അവരോട് ക്ഷമിക്കുന്നത് എപ്പോഴും ഞാൻ ക്ഷമിച്ച്. പലവരും എന്നോട് പറയുന്നത്, ബ്രദറെ എനിക്ക് സങ്കടമൊന്നുമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യമില്ല. നീ ക്ഷമിച്ചത് മറ്റാൾക്ക് മനസ്സിലാകണം നീ ക്ഷമിച്ചിട്ടുണ്ടെന്ന്. അതാണ് ക്ഷമയാകുന്നത്. അത് നാണം കൊണ്ടാണ് പലവരും ചോദിക്കാത്ത. ഭാര്യയോട് ക്ഷമ ചോദിക്കുന്നതും എന്നോട് ക്ഷമിച്ച് വിട്ടുകളയടേ, അല്ല ഭർത്താവിനോട് പറയുന്നത് നാണം കൊണ്ടാണ്. അത് പിശാചിൻ്റെ ഒരു ബന്ധനവാത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എത്രയോ പേരോട് നമ്മൾ പറയുന്നുണ്ട്, കൂട്ടുകാരോട് പറയുന്നുണ്ട്, നമ്മളെ സ്വന്തത്തിൽ നമുക്കൊരു വാക്ക് പറഞ്ഞാലെന്താ? പ്രൈസ് ലോർഡ്. ഇതൊന്ന് വിട്ടുകള. മക്കളോട് പറയാം, എന്നോട് ക്ഷമിക്കുക. നമ്മൾ ചിലപ്പോൾ ചീത്ത വിളിച്ചിട്ടുണ്ടാവും മക്കളോട്. അതൊക്കെ ഇത് ഏറ്റവും വലിയ മുറിവ് ഉണക്കാനുള്ള മരുന്ന് ക്ഷമ പറയുന്നതാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ ചില ഭാര്യ ഭർത്താവ് ബന്ധം തകർന്നു പോകുന്നത്, അവർ ഡൈവേഴ്സ് ഒന്നും ചെയ്യില്ല, പക്ഷേ ജീവിതത്തിൽ ഇങ്ങനെ തകർന്നു പോകും. തമ്മിൽ മിണ്ടേയില്ല. ഹല്ലേലൂയ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം കുടുംബത്തിൽ മിണ്ടാട്ടമില്ല. ജീവിച്ചിരിപ്പുണ്ട്, അവർക്കൊരു സമാധാനം. ഓക്കെ, എൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുകയാണ്, എൻ്റെ ഭാര്യ ജീവിച്ചിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. മിണ്ടില്ല. 5 മിനിറ്റ് മിണ്ടിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ വഴക്കിടും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുറിവ് അകത്ത് കിടപ്പുണ്ട്. എന്നോ പറഞ്ഞ മുറിവുകൾ ഉണങ്ങാതെ അകത്ത് കിടപ്പുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അത് ശ്രദ്ധിക്കണം. മുറിവ് ഇരുന്ന് സാധാരണ ഈ ഉണങ്ങാതെ മുറിവ് ക്യാൻസറായി മാറുമെന്ന് പറയുന്ന പോലെ ഈ മുറിവ് വലുതായിക്കൊണ്ടിരിക്കും, ചെറുതാകില്ല. അതിന് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇത് ശ്രദ്ധിക്കണം. ഇതൊക്കെ എഴുതി വെക്കണമെന്ന് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും മുറിവ് നിങ്ങളെക്കൊണ്ട് ഒരാൾക്ക് മുറിവുണ്ടെങ്കിൽ, ഭാര്യ ഭർത്താവ് തമ്മിൽ സ്പെഷ്യലി അവർ തമ്മിൽ
ക്ഷമ പറഞ്ഞേക്കണം. ഞാൻ ഇനി ചെയ്യില്ല, എന്നോട് ക്ഷമിക്കുക, എനിക്ക് പറ്റിപ്പോയി. ഈ ഒരു 3 വാക്കാണ്. ഈ 3 വാക്ക് പറയാനാണ് ജീവിതം തന്നെ മാറിപ്പോകും. നിങ്ങളുടെ ജീവിതം നിങ്ങൾ സന്തോഷം അനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്. പല കുടുംബത്തിലും ഇട്ടോ ഇല്ലാത്തതും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം എന്നതിൻ്റെ കാരണം അകത്ത് മുറിവ് കിടക്കുക. ഭർത്താവാണെങ്കിലും ഹല്ലേലൂയ, ഭർത്താവാണെങ്കിലും അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷമ പറഞ്ഞ് കളയുക. അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവർ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മൊബൈൽ ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് വചനം കേൾക്കുമ്പോൾ തടസ്സപ്പെടുത്തുന്നത് ആർക്കൊക്കെ ഇപ്പോൾ ഈ ശ്രദ്ധ മാറിയോ അവരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അവരുടെ കുടുംബത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആവശ്യമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൂടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും അത് ശ്രദ്ധിക്കണം. ഒരാളോട് ചിലപ്പോൾ അവരായിരിക്കും തെറ്റ് ചെയ്തത്, നമുക്ക് ന്യായീകരണം പലതും ഉണ്ടാവും, പക്ഷേ ആ മുറിവ് അങ്ങോട്ട് മാറണം. മുറിവുള്ളത് കൊണ്ടാണല്ലോ അയാൾ ഇല്ലാത്ത കാര്യം നമ്മളെക്കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ. മുറിവുള്ള ആളെ നമ്മളെക്കുറിച്ച് മോശം പറയൂ, നമ്മളെ അവമാന വാക്കുകൾ പറയുള്ളൂ, അവമാനിക്കുള്ളൂ, അതുപോലെ കുറ്റപ്പെടുത്തുള്ളൂ. അതൊക്കെ നിങ്ങളൊരു ക്ഷമ പറഞ്ഞാൽ ആ മുറിവ് മാറിക്കഴിഞ്ഞാൽ പ്രശ്നം തീരും അവിടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്ഷമയ്ക്ക് അത്രയും വലിയ കൃപയുണ്ട്. നിങ്ങൾ ക്ഷമ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ മുറിവ് മാറും. അവരെന്ത് തന്നെ തെറ്റ് ചെയ്തോട്ടെ, നിങ്ങൾ പോയി അത് ക്രിസ്തീയ മക്കൾ, ഈശോയുടെ മക്കളാവുമ്പോഴത്തേക്കും, അമ്മമാതാവിൻ്റെ മക്കളാവുമ്പോഴത്തേക്കും ഇത്രയും കാര്യം ചെയ്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് യാക്കോബ് 1:19-21 ഒന്നാമത്തെ പോയിൻ്റ് നമ്മൾ പറഞ്ഞത്, വചനം വായിക്കുമ്പോൾ അത് നിങ്ങൾ വചനം കേട്ട് അത് പ്രവർത്തിക്കണം. ഒന്ന്, പെട്ടെന്ന് കേൾക്കുക, ലിസൺ ക്വിക്ക്ലി, പെട്ടെന്ന് കേൾക്കുക. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന്, ആ ഒരു വാക്ക് അണ്ടർലൈൻ ചെയ്യുക. പെട്ടെന്ന് കേൾക്കുക. ഒരു വചനം കിട്ടിക്കഴിഞ്ഞാൽ അത് കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അത് പ്രവർത്തിക്കാൻ പറ്റണം. അത് ഈ ഉടമ്പടിയിലുള്ള നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് നിങ്ങൾ വചനം വായിക്കുമ്പോൾ അത് പെട്ടെന്ന് ഗ്രഹിക്കുക, പെട്ടെന്ന് കേൾക്കുക. അത് പെട്ടെന്ന് എടുക്കാമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കുള്ളതാണെന്ന് നിങ്ങൾക്കൊരു ബോധ്യം വേണം. ഓരോ വാക്കുകളും നിങ്ങൾക്കുള്ളതാണെന്ന് നിങ്ങൾക്ക് വേണം. അത് നിങ്ങളുടെ ഭർത്താവിനോ കുട്ടികൾക്കോ നിങ്ങളെ അമ്മായിയമ്മയ്ക്കോ അമ്മായിയച്ഛനോ ഉള്ളതില്ല, നിങ്ങൾക്കുള്ളതാണ്. അത് ഗ്രഹിച്ചെടുത്ത് അത് പ്രവർത്തിക്കുക. പ്രൈസ് ദി ലോർഡ് ഫസ്റ്റ്. പിന്നെ സ്ലോ ടു സ്പീക്ക്. ഒരാൾക്കും മറുപടി പ്രതികരിക്കരുത് പെട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അത് ശ്രദ്ധിക്കണം. ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പരിശുദ്ധാത്മാവ് ശക്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയണത്. നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാനാണ് ഞാൻ പറയണത്. പ്രതികരിക്കരുത് എന്ന് വെച്ചാൽ, പ്രതികരണം എങ്ങനെയാണ്? നാവ് വഴിയാണ് പ്രതികരിക്കുന്നത്, സംസാരിക്കരുത്. ചിലവരിക്കുണ്ട് ഒരു വാക്ക് അവർ പറയുമ്പോൾ തന്നെ 4 വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല, ഉറക്കമില്ല. നമുക്ക് പിന്നെ അന്നത്തെ ദിവസം പോയി. ഇത്രയും പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ലേ, എന്നെ ഇങ്ങനെ പറഞ്ഞ്. അത് പറഞ്ഞത് മാത്രമല്ല, 10 പേരോട് അത് പറയും. അവളിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞ് ഞാനതിന് ഈ മറുപടിയും കൊടുത്ത്, എന്നിട്ടും അത് പറ്റില്ല, അത് തീരില്ല. പ്രൈസ് ദി ലോർഡ്. സംസാരിക്കരുത്, സ്ലോ ടു സ്പീക്ക്. അത് തിടുക്കം കൂട്ടരുത്, സംസാരത്തിൽ തിടുക്കം കൂട്ടരുത്. ഇത് ശ്രദ്ധിക്കണം. ഈ ഒരാഴ്ചയെങ്കിലും നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, പരിശീലിച്ച് നോക്കുക. സംസാരിക്കരുത്. ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ അപ്പം തന്നെ മറുപടി പറയണമെന്നില്ല. ഒരു കൊന്ത ചൊല്ലിയിട്ട് മറുപടി പറയുക, അല്ലെങ്കിൽ ഈശോയുടെ കണ്ണിലേക്ക് നോക്കിയിട്ട്, കുരിശുണ്ടെങ്കിൽ വീട്ടിൽ ഒരു കുരിശിൻ്റെ പടം ഉണ്ടെങ്കിൽ ഈശോയുടെ കണ്ണിലേക്ക് നോക്കുക. കുരിശിലാണ് ഈശോയുടെ പൂർണ്ണതയുള്ള സ്നേഹം വെളിപ്പെടുത്തിയത്. മക്കളോടുള്ള സ്നേഹം, പരിപൂർണ സ്നേഹം വെളിപ്പെടുത്തിയത് കുരിശിലാണ്. ആ സ്നേഹത്തിൻ്റെ കണ്ണിലേക്ക് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ തിരിച്ച് സംസാരിക്കുക. അത്രയും തീരുമാനം എടുക്കണം. അപ്പം തന്നെ പോയി സംസാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ മൂന്നാമത്തത്, നിങ്ങളെ സ്വഭാവങ്ങളിൽ വ്യത്യാസം വരുത്തണം.
ഹല്ലേലൂയ. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. സ്വഭാവങ്ങളിൽ വ്യത്യാസം വരുത്തണം. അത് മടി ഒരു മോശമായ സ്വഭാവമാണ്, മടി പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ വേണ്ട, യാന്ത്രി ചെയ്യണം. മടിയാണ്, അതൊരു സ്വഭാവമാണ്. പിന്നെ കൂടുതൽ സംസാരിക്കും, കുറ്റം പറയണത് ഒരു മോശമായ സ്വഭാവമാണ്, കുറ്റം കേൾക്കുന്നത് മോശമായ സ്വഭാവമാണ്.